എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും അറിവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ മനുഷ്യൻ സാധിക്കുമോ? മീൻപിടുത്തം മാത്രം തൊഴിലാക്കിയ ഒരു ജനവിഭാഗം ഒറ്റത്തവണ ശ്വാസമെടുത്താൽ 5 മിനിറ്റ് വരെയെങ്കിലും വെള്ളത്തിൻ അടിയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം, അവരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കഴിയുക എന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ 2 പ്രളയം കഴിഞ്ഞ മലയാളികളാണ്. നമുക്കറിയാം വെള്ളത്തിൻ്റെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ. പക്ഷേ ഇവരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കൂട്ടർ ഉണ്ട്. വെള്ളത്തിൽ മുഴുവൻ സമയം വെള്ളത്തിൽ കഴിയുക, മീൻപിടുത്തം തൊഴിലാക്കിയ ഒരു കൂട്ടർ. അത് എവിടെയാണെന്നറിയോ? ഫിലിപ്പീൻസിലെ ബജാവു എന്ന രാജവംശമാണ് ഇത്തരത്തിൽ തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ വെള്ളത്തിൽ കഴിയുന്നത്. കെട്ടുവള്ളം പോലെയുള്ള ഒരു ബോട്ടിലാണ് ഇവരുടെ താമസം. ചില വിശേഷ സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർ കരയിൽ വരാറുള്ളതാണ്. നിപ്പ മരത്തിന്റെ ഇല കൊണ്ടുള്ള മേൽക്കൂരയാണ് ബോട്ടിന് ഉള്ളത്. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ കലണ്ടർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ ജീവിത രീതി. വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിൽ ഇവർക്ക് യാത്രകൾ നടത്തേണ്ടതായി വരും. 2 ദ്വീപുകളിലായി പരന്നു കിടക്കുന്ന ഒരു ശ്മശാനം പോലെയുള്ള ഒരു പ്രദേശത്താണ് ഇവരുടെ ശവസംസ്കാരം നടക്കുന്നത്. മരിച്ചയാളുടെ എല്ലുകളും മറ്റും ഇവർ സൂക്ഷിച്ചു വെക്കും. ഇതിനുശേഷം ശവകുടീരം ഇടയ്ക്കിടെ ഇവർ സന്ദർശിക്കും. മരിച്ചയാളുടെ ബന്ധുക്കൾ ശരിയായ രീതിയിൽ വിലപിച്ചിട്ടില്ലെങ്കിൽ മരിച്ചയാളുടെ ആത്മാവിന് തങ്ങളുടെ മേൽ കയറി പറ്റുമെന്നാണ് ഇവരുടെ മറ്റൊരു വിശ്വാസം. മീൻപിടുത്തമാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. എന്നാൽ കുടിവെള്ളം, ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ട വിറകുകൾ, ധാന്യങ്ങൾ എന്നിവ കരയിൽ നിന്നാണ് ഇവർ മേടിക്കുക. പകരം ഇവർ മത്സ്യങ്ങൾ നൽകും. അപകടകരമായ പാറക്കെട്ടുകളും പവിഴപ്പുറ്റുകളും നിറഞ്ഞ ശക്തമായ അടിയൊഴുക്കുള്ള കടലിലൂടെ പോവാൻ അപാരമായ കഴിവ് ഇവർക്കുണ്ട്. കടലിന്റെ ഓരോ ഭാഗത്തിനും ഓരോ പേരിട്ടാണ് ബജാവുകൾ വിളിക്കുക. അതിസാഹസ്യമായി സ്രാവുകൾ പിടിക്കുന്നതിൽ അപാര കഴിവുള്ളവരാണ് ഇവർ. ബോട്ടിനോട് ബന്ധിച്ച ചെറിയ തോണിയിൽ ഇരുന്നിട്ട് ചൂണ്ടയിട്ടാണ് ഇവർ സ്രാവുകളെ പിടിക്കുക. പിന്നീട് കുന്തം കൊണ്ട് കുത്തി സ്രാവിനെ അർത്ഥ പ്രാണനാക്കി ബോട്ടിലേക്ക് എടുത്ത് വലിച്ചെറിയും. സ്രാവുകളുമായുള്ള മൽപ്പിടുത്തത്തിൽ ബോട്ടിന്റെ ചുറ്റും രക്തവർണ്ണമാകാറുണ്ട് ചിലപ്പോഴൊക്കെ. എന്നാൽ ഒരു സ്രാവിനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവർ അവിടെ നിന്ന് മുങ്ങും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ചോര വീണ് വെള്ളം കലങ്ങുമ്പോൾ അടുത്ത സ്രാവുകളും കൂട്ടത്തോടെ അവിടേക്ക് ഓടിയെത്തും. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാണ് ഒരു സ്രാവിനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് മുങ്ങുന്നത്. മത്സ്യബന്ധനത്തിനായി ദിവസേന ഏകദേശം 6 മണിക്കൂർ അതിലധികം ഇവർ വെള്ളത്തിനടിയിൽ ചിലവഴിക്കാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡൈവിംഗ് ഉപകരണങ്ങൾ ഇല്ലാതെ 200 അടി, അതായത് ഏകദേശം 60 മീറ്റർ വരെ താഴേക്ക് മുങ്ങിപ്പോവാൻ കഴിവുള്ളവരാണ് ഇവർ. ചില ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ജലത്തിനടിയിൽ കൂടുതൽ സമയം തുടരാനുള്ള കഴിവ് നൽകുന്ന അപൂർവമായ ഒരു ജനിതകമായ സവിശേഷത അവരുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജലത്തിനടിയിൽ അധിക സമയം മുങ്ങിക്കിടക്കാൻ പര്യാപ്തമായ രീതിയിൽ അവരുടെ ശരീരത്തിലെ സ്പ്ലിൻ അഥവാ അവയവം വികസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രത്യേക ജീനിന്റെ വകഭേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ഓക്സിജൻ അടങ്ങിയ ചുവന്ന രക്തകോശങ്ങൾ ലഭ്യമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെ ഒരു തവണ ശ്വാസമെടുത്താൽ 5 മിനിറ്റ് വരെ അനായാസം വെള്ളത്തിനടിയിൽ ചെലവഴിക്കാൻ ഇവർക്ക് കഴിയുന്നു. മലേഷ്യ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ വെള്ളത്തിൽ 1000 വർഷത്തിലധികമായി ബജാവു എന്ന ജനവിഭാഗം ജീവിച്ചു വരുന്നു. ബജാവു ഇവർക്ക് എങ്ങനെയാണ് ഇത്ര അധിക സമയം വെള്ളത്തിൽ കിടക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഒരു പഠനങ്ങൾ നടത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഒരു ദീർഘമേറിയ സമയം ശ്വാസം പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകുന്നു. കൈകാലുകളുടെ രക്തനാളികൾ ചുരുങ്ങുന്നു. തൽഫലമായി സ്പ്ലിൻ ചുരുങ്ങി ഓക്സിജൻ അടങ്ങിയ ചുവന്ന രക്തകോശങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ഇത് രക്തത്തിൽ അധിക ഓക്സിജൻ ലഭ്യമാകുന്നതിന് നമ്മളെ സഹായിക്കുന്നു. സ്പിന്നിന്റെ വലിപ്പം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഓക്സിജൻ അടങ്ങിയ കൂടുതൽ രക്തകോശങ്ങൾ ശരീരത്തിന്റെ രക്തപര്യന വ്യവസ്ഥയിൽ ലഭ്യമാകുന്നു. ഇതാണ് ബചാവു ജനങ്ങൾക്ക് വെള്ളത്തിനടിയിൽ കൂടുതൽ സമയം തുടരാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ബചാവു ജനങ്ങൾക്ക് വായുവില്ലാത്ത സാഹചര്യത്തെ ഒരു പരിധിവരെ അതിജീവിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. എന്നാൽ ഇവരുടെ വിവാഹ ചടങ്ങുകൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. അതായത് മുഖത്ത് അരിപ്പൊടിയും ചുണ്ടിൽ ചായവും വാരി പൊത്തിയാണ് വധുവിനെ അലങ്കരിക്കുക. നമ്മളെ ആധുനിക ലോകം പോലെ ലിപ്സ്റ്റിക്കോ റോസ് പൗഡറോ ഒന്നുമല്ല. നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങളിൽ വാദ്യങ്ങളുടെ അകമ്പടിയോടെ വധൂവരന്മാർ വരുന്നു. അതിനുശേഷം കരയിൽ തയ്യാറാക്കിയ മുറിയിൽ പായയിൽ ഇരിക്കുന്നു. പാട്ടുപാടാൻ വേണ്ടിയുള്ള മുറിയാണിത്. സംഗീതത്തിനനുസരിച്ച് വധൂവരന്മാർ നൃത്തം ചെയ്യുന്നതോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു. വധൂവരന്മാർ വധുവിന്റെ പിതാവിന്റെ ബോട്ടിലേക്ക് പോകുന്നതോടെ ആഘോഷം അവസാനിക്കും.